ഹലോ എവ്രി വൺ. ഇന്ന് നമ്മളൊരു ചെറിയ പണിയിലാണ്. എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ ഇല്ലാതെ ബ്രൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞായിരുന്നു. ഇതുവരെയും ഞാൻ 4 പ്രാവശ്യമാണ് എൻ്റെ ഹെയർ ബ്രൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ എല്ലാ പ്രാവശ്യവും ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എക്സ്റ്റൻഷൻ ഇല്ലാതെ എൻ്റെ ഓൺ ഹെയറിൽ തന്നെ, നമ്മുടെ ലോങ് ഹെയറിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനാണ് കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മേരിയാണേ. മേരിയെ കണ്ടോ? മേരി അയ്യോ മേരി സിയ. കണ്ടിട്ടൊരു ഇന്ത്യക്കാരിയുടെ ലുക്കില്ലേ? പക്ഷെ പുള്ളിക്കാരുടെ ഇന്ത്യക്കാരിയല്ല, ടോങ്കോക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ആദ്യം ഇതൊക്കെ ചെയ്തു. മേരിയുടെ ഹെയറും യെസ്, മേരി അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ 2 ചെയ്തിട്ടുള്ളത്. എനിക്കിത് 4 5 ചെയ്തു തരാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, എനിക്ക് നേരത്തെ ചെയ്തതിനെക്കാട്ടിലും ഇതെനിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. അതായത് ഇതിനധികം പെയിൻ ഇല്ല കേട്ടോ. ഇതൊന്നും ചെറുതായിട്ട് നമ്മളൊന്ന് പുള്ളുന്ന സമയത്തുള്ള ഒരു ചെറിയ പെയിൻ അല്ലാതെ അധികം പെയിനും കാര്യങ്ങളില്ല. മറ്റേതാണെങ്കിൽ ഭയങ്കര പെയിനാണ് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇത് നമ്മുടെ ഒറിജിനൽ ഹെയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അധികം പെയിനില്ല. ഇത് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. You also do it in Tongo? Yeah, like everyone knows, so I don't need to do it for them. Unless that person is tired, we can do it for. Yes. But like you find people know. They know how to do it. Yeah, they can do their hair like this by themselves. Yeah. ടോങ്കോയില് പുള്ളിക്കാരത്തി Tonga. Yeah. Yes, Tonga, not Tongo. Tongo in Africa, but Tonga is in Australian. South Pacific, yes. അവിടെയാണ്. ഞാൻ +1 ഐ തിങ്ക് +1 തോന്നുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐലൻഡിനെ പറ്റിയിട്ട്, ഫിജി ഐലൻഡിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ ഈ ഇംഗ്ലീഷ് ചാപ്റ്ററിൽ. ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നമുക്കൊരു പാഠം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്, ഫിജി ഐലൻഡിനെ പറ്റിയിട്ട്. അത് +1 എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. സോ ഫിജിയുടെ അടുത്താണ് ടോങ്ക. ഇസ് നിയർ ബൈ ഫിജി? യെസ്, ടോങ്ക ഫിജിൻ്റെ അടുത്താണ്. സോ ഇവർ ലുക്ക് ലൈക്ക് ഇന്ത്യൻസിനെ പോലെയാട്ടോ ഉള്ളത്. കണ്ടോ, ലുക്ക് ലൈക്ക് ഇന്ത്യൻസിനെ പോലെയാണ്. പക്ഷേ ഷീ ഈസ് നോട്ട് ഇന്ത്യൻ, ഇന്ത്യക്കാരിയല്ല. യെസ്, അവിടെ ഈ ഹെയർ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ആർക്കും ചെയ്തൊന്നും കൊടുക്കണ്ട, എല്ലാവർക്കും അറിയാം. ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ മലയാളം സംസാരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ? ഞാൻ മലയാളം സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയാം ഞാൻ പാട്ട് പാടുകയാണ്, റാപ്പ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കുറച്ച് മുന്നേ മേരി എന്നോട് പറയായിരുന്നു ഷീ cannot understand any single word. ഞാൻ പറയുന്ന ഒരു വേർഡ് പോലും അവൾക്ക് മനസ്സിലാവണില്ല എന്ന് അവൾ പറയാറുണ്ടായിരുന്നു. യെസ്. Wow. Yeah, I'm looking good, huh? I'm looking smart. Or we can just do one side. What do you think? No. അങ്ങനെ ഒരു സൈഡ് മാത്രം ചെയ്യണ്ട. I need to do it both side. The whole hair. The whole hair. The whole head, yeah. ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ ഒറ്റയ്ക്ക് പിന്നീടാന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്തത് കേട്ടോ. മേഡി എൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടതോ. സോ നോക്കിക്കേ, നമ്മളിപ്പം എത്ര 2 എണ്ണം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മീറ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഈ മീറ്റിങ്ങിന് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്രയും ഭാഗത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് ബാക്കിയും കൂടെ ഫിനിഷ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ചെയ്യുന്ന സമയത്തേക്ക് കാണാം. ബൈ. ഹായ് ഗൈസ്, ഞങ്ങൾ മീറ്റിംഗ് പകുതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും വന്നു. സോ അയ്യോ, ഇത് ഇച്ചിരി വേദനയുണ്ട്. ഇത് വേദന എന്താ പറയുമോ, ഈ കഴുത്തിനാണ് വേദന. ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. മേരി ഈസ് ഹിയർ. പക്ഷേ
നമ്മൾ അയ്യോ Oh, പ്ലേസ് sorry. പ്ലേസ് മാറ്റിയേ. നമ്മൾ നേരത്തെ അപ്സ്റ്റെയറിലായിരുന്നു, ഇപ്പം നമ്മളിത് നമ്മുടെ ഷെൽട്ടറിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മേരി ഈസ് പ്ലേറ്റിംഗ് മൈ ഹെയർ. എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ ഇല്ലാതെ പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നന്നായിട്ട് അറിയുന്ന ഒരാൾ വേണം. ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇനി ഞാനിത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാവേ ഗൈസ്. അങ്ങനെ നമ്മളുടെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 എണ്ണം കൂടെ വെക്കുമ്പോൾ തന്നെ റെഡിയാവുമെന്നാണ് തോന്നുന്നത് കണ്ട ഗോൾഡിന്. ഉണ്ടോ, ഇവിടെ ഇത് ഒരെണ്ണം ഇച്ചിരി വലുതാക്കിയും പിന്നെ ഇവിടെ ഒരെണ്ണം അങ്ങനെ. Mary, working with my hair, how do you feel? Huh? Working with my hair, how do you feel? It's good, but it's hard because it's very long. Hard, very long. It's too long, bro. Like, give me some. You me give, some hair. you take, no problem. You take. പക്ഷേ ഇതിങ്ങനെ പിന്നിക്കെട്ടിയൊക്കെ വന്നപ്പോൾ ഇച്ചറേ ഉള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ ഓൺ ഹെയറിൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എപ്പോഴും എക്സ്റ്റൻഷൻ ഇങ്ങനെ വെച്ച് ചെയ്യാണ്ട് നമ്മുടെ ഓൺ ഹെയറിൽ തന്നെ ചെയ്യുമ്പോൾ അതുമല്ല കേട്ടോ, ഇത് അധികം ടൈം എടുക്കത്തില്ല. മറ്റേ എക്സ്റ്റൻഷൻ വെച്ച് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം 2 പേര് പണിയെടുത്തതാണ്. പിന്നെ 2 പേര് സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പേരും കൂടി പണിയെടുത്തിട്ടാണ് ഏകദേശം 2.5 മണിക്കൂറാണ് തോന്നുന്നു എടുത്തത്. ലാസ്റ്റ് ടൈം the skill girls bride on my hair, they took I think 2 more hours, 2 or 2.5 hours To do what? to braid my hair. They were Ugandans? Yeah, the skill, my girls. So within braids within extension I think I took long time. It's take long time actually. Yeah, പക്ഷെ നമ്മുടെ ഒറിജിനൽ ഹെയറിൽ ചെയ്യുമ്പോഴത്തേക്കും അധികം സമയം എടുക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് മേരി പറയുന്നത്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ പഠിക്കണം. Oh, sorry. It's okay, no problem. It didn't went inside. അപ്പോൾ എൻ്റെ ഫൈനൽ സ്റ്റേജിൽ. Okay, I think I'll start with this side. Okay. Let me see from here. Okay. Hey. ജെൽ 2 പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു മേരി. Welcome. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹെയറൊക്കെ ബ്രൈഡ് ചെയ്തു. കണ്ടോ മേരി, താങ്ക് യു സോ മച്ച്. മേരി ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈലിഷർ. ഓക്കെ. അപ്പോൾ അവസാനത്തതായിരുന്നു കേട്ടോ ഇത് രണ്ടും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും പിന്നെ ഇതും കൂടി. പിന്നെ ബാക്കിയെല്ലാം നോർമലി നമ്മൾ ചെയ്താട്ടോ. എങ്ങനെയുണ്ട്, കളാവോ? അങ്ങനെ എൻ്റെ ഓൺ ഹെയറിലും ബ്രൈഡ് ചെയ്തു. താങ്ക് യു മേരി. Welcome. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ?